കോടതി ഇവർ കുറ്റകൃത്യം ചെയ്തു എന്ന് കണ്ടെത്തിയതിന് ശേഷം വിധി അവൈലബിൾ അല്ല, ഓർഡർ കോപ്പി നമുക്ക് കിട്ടിയിട്ടില്ല എന്ന കാരണം കൊണ്ട് തന്നെ ഞാൻ ചർച്ചകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയായിരുന്നു. കാരണം അഭിഭാഷകൻ എന്ന് പറയുമ്പോൾ എന്താണ് വിധി എന്ന് വായിക്കാതെ അഭിപ്രായം പറയുന്നതിനകത്തൊരു വലിയ പരിമിതിയുണ്ടല്ലോ. അപ്പോൾ ഇന്നും ഉച്ചയ്ക്ക് മുമ്പ് വിധിന്യായം കിട്ടുമെന്നുള്ളൊരു ഒരു വിശ്വാസത്തിലാണ്, ആ ഒരു ഉറപ്പിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനോട് ചോദിച്ച ചോദ്യം ഒരു പ്രോബ്ലമായി നമ്മളെ ഒരു ഫിക്സിലാക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഓർഡർ കാണാൻ കഴിഞ്ഞിട്ടില്ല, എന്നിരുന്നാൽ തന്നെയും ശിക്ഷ കുറഞ്ഞു പോയി എന്ന് പരക്കെ വിമർശനം ഉയരുന്നു. എന്ന് മാത്രമല്ല, പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ, പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് നിയമിതനായ വ്യക്തി തന്നെ അദ്ദേഹത്തിൻ്റെ ഇതിലുള്ള വിഷമം അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് പ്രകടിപ്പിക്കുകയുണ്ടായി. ആ ഒരു കോണ്ടെക്സ്റ്റിൽ അങ്ങ് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റാറ്റ്യൂട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന കൂട്ടബലാത്സംഗത്തിന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ ആണ് പൾസർ സുനിക്ക് കൊടുത്തത്, അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രതികൾക്കൊക്കെ കൊടുക്കപ്പെട്ടത് എന്നതിൻ്റെ സാങ്കത്യമാണ് അങ്ങ് ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു കേസിലെ ശിക്ഷ പ്രഖ്യാപിക്കുമ്പോൾ പല ഫാക്ടേഴ്സ് ന്യായാധിപൻ അല്ലെങ്കിൽ ന്യായാധിപ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഫാക്ടേഴ്സ്, മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് എന്ന് പറയും, ശിക്ഷ കുറയുവാൻ വഴി തെളിക്കുന്ന അല്ലെങ്കിൽ പരിഗണിക്കപ്പെടേണ്ടതായിട്ടുള്ള കാരണങ്ങൾ. അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത് ശിക്ഷ കൂടുതൽ കൊടുക്കുവാൻ എന്തൊക്കെയാണോ കാരണങ്ങൾ പ്രേരിതമാകുന്നത് അത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള രണ്ട് ആസ്പെക്ട്സും പരിശോധിച്ചതിന് ശേഷം കുറ്റം ചെയ്ത വ്യക്തിക്ക് ചെറിയ കാലയളവിലുള്ള ശിക്ഷയിലൂടെ മാനസിക പരിവർത്തനം വരുമോ എന്നുള്ളത് ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷമാണ് ന്യായാധിപൻ അല്ലെങ്കിൽ ന്യായാധിപ വിധി പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഇവിടെ കൊടുക്കപ്പെട്ട ശിക്ഷ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ട്, നിയമം കൂട്ടബലാത്സംഗത്തിന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഏറ്റവും ചെറിയ പണിഷ്മെൻ്റ് ആണ് എന്നുള്ളതൊരു വസ്തുതയാണ്. എന്തുകൊണ്ടാണ് ഇതിനകത്തെ മുഖ്യ കുറ്റവാളിയായിട്ടുള്ള പൾസർ സുനി എന്ന് പറയുന്ന ഈ കൺവിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ കൊടുത്തത് എന്നൊരു ചോദ്യത്തിന് പ്രത്യേകിച്ച് എനിക്കൊരു ഉത്തരം ഇപ്പോൾ പറയാനില്ല. കാരണം മറ്റുള്ള പ്രതികളിൽ നിന്നും വ്യത്യസ്തനായിട്ടാണ് ഇയാൾ നിൽക്കുന്നത്. ഇയാൾക്ക് ക്രിമിനൽ ആൻറ്റിസിഡൻസ് ഉണ്ട്. നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള, പ്രായപൂർത്തിയായതിനു ശേഷം ജയിലിൽ നിന്നും പുറത്തേക്ക് പലപ്പോഴും ഇറങ്ങാൻ പോലും സമയം കിട്ടിയിട്ടില്ലാത്ത, അല്ലെ കോടതിയിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും ജയിലിൽ നിന്നും ഇറങ്ങാൻ സമയം കിട്ടിയിട്ടില്ലാത്ത തരത്തിൽ നിരന്തരം കുറ്റകൃത്യം ചെയ്യുന്ന ഈ വ്യക്തി, ഇദ്ദേഹമാണ് ഈ കുറ്റകൃത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളി എന്ന് പറയാൻ നമുക്ക് കഴിയുന്നത് നിയമം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളെ പരിശോധിക്കുമ്പോൾ. അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഞാൻ ആ വാക്ക് പിൻവലിക്കുന്നു, കാരണം നമ്മളിപ്പോൾ കുറ്റവാളിയായിട്ട് ഇതുപോലെ ഒരു കൂട്ടബലാത്സംഗത്തിന് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഇദ്ദേഹം ഒന്ന് പരാമർശിക്കുന്നത് പോലും അതിനകത്തൊരു വലിയ രാഷ്ട്രീയമായിട്ടും ഉള്ള ഒരു തെറ്റുണ്ട്. ആ വാക്ക് പിൻവലിക്കുന്നു. അപ്പോൾ ഇയാൾക്ക് എന്തുകൊണ്ടാണ് ഈ കുറഞ്ഞ ശിക്ഷ കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല.